പ്രിയമുള്ളവരെ, മാർച്ച് 30 ഞായറാഴ്ച ദേവാലയത്തിൽ വായിക്കുന്ന വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വചനങ്ങൾ. 37-ാം വചനം മാത്രമാണ് ഈ അവസരത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. വചനം പറയുന്നു, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു ഈ വചനം അരുളി ചെയ്യുന്നത് ജെറൂസലേം ദേവാലയത്തിലാണ്. ഈ ദേവാലയം ഹെറോദോസ് മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ്. ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുഴുവനും തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞു. AD 72 ടൈറ്റസ് ജെറൂസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ജെറൂസലേം കൊള്ളയടിക്കുകയും തീവയ്ക്കുകയും ചെയ്തു. യേശു ഈ ദേവാലയത്തിൽ നിന്നാണ് യോഹന്നാൻ 7:37 പറയുന്നത്. ഈ വചനം യോഹന്നാൻ സുവിശേഷകൻ എഴുതുമ്പോൾ ജെറൂസലേം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ഭാഗം പരാമർശിച്ചിട്ടുള്ളത്. നാം പണിതുയർത്തുന്ന ഏതു സൗധവും എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തകർന്ന് തരിപ്പണമാകും, മണ്ണിനോട് മണ്ണ് ചേരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കള്ളൻ കവരാത്തതും ചിതൽ നശിപ്പിക്കാത്തതുമായ ഒരു മൂലധനമുള്ളവരായി നമുക്ക് മാറാം. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൂടാര തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ്. ഇസ്രായേൽ ജനത ഫറവോയുടെ അടിമത്തത്തിൽ കഴിയുന്ന കാലഘട്ടം ഈജിപ്തിൽ. ഈ അവസരത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വന്ന് ഇവർ കുടിലുകളിൽ താമസിക്കുകയാണ്, ടെൻറ്റുകളിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്നതിൻ്റെ ഓർമ്മയായിട്ട് കൂടാരങ്ങൾ വെച്ച് താമസിച്ചു. അതുകൊണ്ടാണ് കൂടാര തിരുനാൾ, ടബർനാക്കിൾ ഫീസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇസ്രായേൽ ജനത കാനാൻ നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ എല്ലാ വർഷവും ഈ കൂടാര തിരുനാൾ ആഘോഷിച്ചു വന്നു. അങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ആ അരികിലേക്കാണ് യേശു കടന്നു വരുന്നത്. അത് ജെറൂസലേം ദേവാലയത്തിലാണ്. കൂടാര തിരുനാൾ എന്നുള്ള വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്ദിയുടെയും കൃതജ്ഞതയുടെയും അർപ്പണങ്ങളാണ് ഉയരേണ്ടത്. എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നന്ദിയുടേതായ 100 മലരുകൾ അർപ്പിക്കാൻ വേണ്ടി കൂടിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ. അങ്ങനെ കടന്നു വരുന്ന അവസരത്തിൽ ക്രിസ്തുവിൻ്റെ വചനമാണ്, സുവിശേഷമാണ് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കും. മൂന്നാമത്, യേശു എഴുന്നേറ്റ് നിന്നു. യഹൂദ മതത്തിൽ റബ്ബിമാർ, ടീച്ചേഴ്സ് ഇരുന്നാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ മലയിലെ പ്രസംഗത്തിൽ യേശു ഇരുന്നാണ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നൊരു മാറ്റം വരികയാണ്, എഴുന്നേറ്റ് നിന്ന് പഠിപ്പിക്കുകയാണ്. ആ എഴുന്നേറ്റ് നിന്ന് പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു മാറ്റത്തിൽ ദൈവിക വചനം കൊണ്ടുവന്ന് അവരുടെ അനുതാപത്തിലേക്ക് കൊണ്ടുവരികയാണ്. എഴുന്നേൽക്കുക എന്നുള്ളത് വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. യേശുവിൻ്റെ പ്രഘോഷണ രീതികളിൽ വ്യത്യസ്തതകൾ കാണാൻ കഴിയും. ഇരുന്ന് പഠിപ്പിക്കുന്ന യേശുവുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശുവുണ്ട്, നിലത്ത് കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന യേശുവുണ്ട്, കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന യേശുവുണ്ട്. വചനം കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബ്ദമുയർത്തി പറഞ്ഞു. മൂന്നാമത്തെ പോയിൻ്റ് അതാണ്. സാധാരണഗതിയിൽ ഭാരതീയരായ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ശാന്തമായി, സ്വച്ഛമായി, അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. വേദനിച്ചും ദുഃഖിച്ചും വളരെയധികം പ്രയാസം അനുഭവിച്ചും മരണമനുഭവിക്കുന്ന ആളുകളും മുമ്പിലേക്ക് വരുമ്പോൾ ഈ സ്വച്ഛതയോ ശാന്തതയിലോ വചനമൊന്നും അവരുടെ മനസ്സിൽ കയറില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കില്ല. ഹൃദയം പൊട്ടി കർത്താവിൻ്റെ തിരുമുമ്പിൽ കരഞ്ഞപേക്ഷിക്കുമ്പോൾ, ഉച്ചത്തിൽ പറയുമ്പോൾ ദൈവം ഇടപെടും. യേശു കാണിച്ചു തന്നതല്ലേ, ലാസറിൻ്റെ കുഴിമാടത്തിൽ യേശു ഉച്ചത്തിലാണ് പറഞ്ഞത്,
ലാസറേ നീ പുറത്തു വരൂ. രോഗങ്ങൾ മാറണമെങ്കിൽ ഉച്ചയിൽ പറയട്ടെ, ഉച്ചയിൽ പ്രസംഗിക്കട്ടെ, ഒച്ചയിൽ കുർബാന ചെല്ലട്ടെ. നമുക്കതിനെ മുടക്കണ്ട, നമ്മളതിനെതിരായി സംസാരിക്കേണ്ട. അതാണ് ദൈവം നമുക്ക് തരുന്ന മൂന്നാമത്തെ സന്ദേശം. നാലാമത്തെ സന്ദേശം യേശുവിൻ്റെ വചനം തന്നെയാണ്. യേശു അരുളി ചെയ്യുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ജലമാണ്, ആത്മാവിന് നൽകുന്നത് യേശുവാണെന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ അരുകിലേക്ക് ചെല്ലാനായിട്ടുള്ള നല്ല മനസ്സും കൃപയുമാണ് വേണ്ടത്. സ്വാഭാവികമായ ഒരു കാര്യമെടുത്തുകൊണ്ട് വലിയ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോകുന്ന യേശുവിൻ്റെ ശക്തമായ വചനമാണിത്. ദാഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. ശാരീരിക ആവശ്യത്തിൽ നിന്നും മാനസികമായ അല്ല, ദൈവികമായ അല്ല, പരിശുദ്ധാത്മാവിലേക്ക് ചൊല്ലുവാനായിട്ടാണ്, കടന്നു വരുവാനായിട്ടാണ് യേശു ആവശ്യപ്പെടുന്നത്. അഞ്ചാമത്തേത്, യേശുവിൻ്റെ അടുക്കൽ വരണം, കുടിക്കണം. യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. നമുക്ക് അറിയാം, വചനത്തിൽ എത്രയോ പ്രാവശ്യമാണ് രോഗികൾ വന്നത്. കുഷ്ഠരോഗി യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വെളുപ്പിനാണത് ചെന്ന് പറഞ്ഞത്. 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. യേശുവും ശിഷ്യരും കടന്നു പോകുമ്പോൾ കാനാൻകാരി വന്നിട്ട് മാറ്റി നിർത്തപ്പെട്ടവൾക്ക് യേശു സൗഖ്യം കൊടുക്കുന്നത് യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, കർത്താവെ സഹായിക്കണമേ. മൂന്നാമത്തെ അവളുടെ വചനമുണ്ട്, ബലിപീഠത്തിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്ന നായ്ക്കളും ജീവിക്കുന്നില്ലേ? ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. നിങ്ങളുടെ നാവുകളിലേക്ക്, നിങ്ങളുടെ കരങ്ങളിലേക്ക് യേശുവിനെ വെച്ച് തരുമ്പോൾ ആ അടുത്ത് വന്ന യേശുവിൻ്റെ അരികിൽ വന്ന നിങ്ങൾക്ക് കർത്താവ് അനുഗ്രഹം നൽകുകയാണ്. നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റുകയാണ്, കടബാധ്യതകൾ എടുത്തു മാറ്റുകയാണ്, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ വന്ന് കുടിക്കട്ടെ, യേശുവിൻ്റെ വചനം കുടിക്കട്ടെ, യേശുവിൻ്റെ ശരീരവും രക്തവും ഭുജിക്കട്ടെ. ദൈവം നിങ്ങളെ ഇടപെടും. മാർച്ച് 30 ഞായറാഴ്ചയുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 37-ാം വചനം മാത്രമാണ് ഈ ഞായറാഴ്ച നമ്മൾ ശ്രവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് തിരുനാൾ ദിവസം ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നല്ലോ. അവസാന ദിവസം പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ, അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച വൈദികർക്കോ സിസ്റ്റേഴ്സിനോ നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് കൊടുക്കണം. അപ്പോൾ വചനം വളർത്തുന്നവരാകാം, വചനത്തിൽ ജീവിക്കുന്നവരാകാം, ആത്മാവിനെ പ്രാപിക്കുന്നവരാകാം. അതിനുവേണ്ട അനുഗ്രഹം നൽകട്ടെ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.